പഹൽഗാം ആക്രമണത്തിന് തിരിച്ചടി നൽകാൻ രാജ്യം തയ്യാറെടുക്കുന്നതായ സൂചന. സൈനിക നടപടി തത്സമയം റിപ്പോർട്ട് ചെയ്യരുതെന്ന് കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം മാർഗനിർദ്ദേശം നൽകി. എന്തും നേരിടാൻ തയ്യാറാണെന്ന ഇന്ത്യൻ നാവികസേനയുടെ എക്സിലെ പോസ്റ്റിന് പിന്നാലെയാണ് മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും നിർദ്ദേശം വന്നത്. ദേശീയ സുരക്ഷ മുൻനിർത്തിയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുടെയും സേനാ നീക്കങ്ങളുടെയും തത്സമയ സംപ്രേഷണം പാടില്ലെന്ന് മന്ത്രാലയം നിർദ്ദേശിച്ചു. ഊഹാപോഹങ്ങൾ ഔദ്യോഗിക വിവരങ്ങളായി പ്രചരിപ്പിക്കരുതെന്ന കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കാർഗിൽ യുദ്ധം, മുംബൈ ഭീകരാക്രമണം തുടങ്ങിയ സമയത്തെ തത്സമയ സംപ്രേഷണം ദേശീയ താൽപര്യങ്ങളെ പ്രതികൂലമായി ബാധിച്ചെന്ന് മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ ചൂണ്ടിക്കാട്ടി. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും വാർത്താ ഏജൻസികളും മാധ്യമങ്ങളും നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാൻ തയ്യാറാകണം. രാജ്യസുരക്ഷ കണക്കിലെടുത്ത് ഉത്തരവാദിത്തത്തോടെ പെരുമാറണമെന്നും കേന്ദ്ര സർക്കാർ അഭ്യർത്ഥിച്ചു. സുരക്ഷാ സേന നടത്തുന്ന ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളുടെ തത്സമയ കവറേജ് ഉൾക്കൊള്ളുന്ന ഒരു പരിപാടിയും സംപ്രേഷണം ചെയ്യാൻ പാടില്ല. അത്തരം സംപ്രേഷണം 2021 കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക്സ് ചട്ടങ്ങളുടെ ലംഘനമാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ പറയുന്നതുവരെ വിവരങ്ങൾ പുറത്തുവിടരുത്. ഭീകരവിരുദ്ധ നീക്കങ്ങൾ പൂർത്തിയായ ശേഷം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ വിവരങ്ങൾ കൈമാറും. അതുവരെ സൈനിക നടപടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിടരുതെന്നാണ് കർശന നിർദ്ദേശം. നേരത്തെ എപ്പോൾ എവിടെ വേണമെങ്കിലും എങ്ങനെയായാലും ദൗത്യത്തിന് സജ്ജമെന്ന് ഇന്ത്യൻ നാവികസേന സൂചന നൽകിയിരുന്നു. എവിടെയും എപ്പോഴും ഐക്യമാണ് ശക്തിയെന്നും എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ നാവികസേന വ്യക്തമാക്കി. പടക്കപ്പലുകളുടെ ഫോട്ടോയും നാവികസേന പങ്കുവച്ചു. INS സൂറത്തിൽ നിന്ന് മിസൈൽ വിജയകരമായി വിക്ഷേപിച്ചുവെന്ന് നാവികസേന നേരത്തെ അറിയിച്ചിരുന്നു. കടലിലെ അഭ്യാസത്തിന്റെ ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. ജമ്മു കാശ്മീരിലും പഞ്ചാബിലും സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് ആയുധശേഖരങ്ങൾ കണ്ടെത്താനായി തിരച്ചിൽ തുടരുകയാണ്. ജമ്മുവിലെ സംഷ ബെഖ വനപ്രദേശത്തോട് ചേർന്നുള്ള ഒളിത്താവളത്തിൽ നിന്ന് AK-47 തോക്കുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ കണ്ടെത്തി. പഞ്ചാബ് അതിർത്തിയിൽ നിന്ന് ഒരു ഡ്രോണും 2 പാക്കറ്റ് ഹെറോയിനും പിടിച്ചെടുത്തു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.